തളരരുത് രാമൻകുട്ടി, തളരരുത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? സുനിത ദേവദാസ് എന്നുള്ള വ്യക്തിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. എന്താ ഉറക്കം വരുന്നു? ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആരോടും എതിർപ്പോ അല്ലെങ്കിൽ നമുക്ക് ആരോടും അടുപ്പമോ ഒന്നുമില്ല. നമ്മുടെ കാര്യം നോക്കി പോകണം, അവരവരുടെ കാര്യം നോക്കി പോകണം, അത്രേ ഉള്ളൂ. നമ്മളായിട്ട് ആരുടെ നെഞ്ചത്തേക്ക് കയറാറില്ല സാറേ. അപ്പോൾ ഞാൻ ഒരിക്കലും പുള്ളിക്കാരത്തെ അങ്ങോട്ട് വിളിച്ചിട്ട് മാഡം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടന്റ് ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്ത കണ്ടന്റില്ല. അവർ വളരെ നാച്ചുറലായിട്ട് അവർ ചെയ്തൊരു കണ്ടന്റ് അത് എനിക്ക് ചെയ്യേണ്ടി വന്നു. സായി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ റിവീൽ ചെയ്യുന്നില്ല. അതിന് അഴുക്കച്ചെറുക്കൻ തന്തയേക്കാൾ മോശം. തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു. അത് 2 വശങ്ങളുണ്ട്. ഒന്ന് സത്യമാണ്, ആ സമയത്ത് 2 പേരാണ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തത്. ഒന്ന് സായിയും ഒന്ന് കാദർ കരിപ്പൊടിയും. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഈ 2 പേരുമാണ് എന്നോട് ക്ലോസ് ആയിട്ട് നിന്നിട്ട്. കാരണം 2 പേരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അപ്പം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമുക്കൊരു കേസ് വരുമ്പോൾ നമ്മൾ മെന്റലി നമ്മൾ ഭയങ്കര പാനിക് ആയിപ്പോൾ, നമുക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര വിഷമങ്ങളും ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഒറ്റ സുഹൃത്തുക്കളായിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ദിവസം 2-3 തവണ 2 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു, എല്ലാം പറയുമായിരുന്നു. എല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഞാൻ ഇവരോട് ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സായി, എനിക്ക് തോന്നുന്നത് സായി അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടന്റ് ഉണ്ടാക്കിയതിനോട് എനിക്ക് യോജിപ്പും ഇല്ല വിയോജിപ്പും ഇല്ല. കാരണം ഞാൻ അവനോട് കാര്യങ്ങൾ പറയുന്നു, അവന് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്, എന്താണെന്നുള്ള ഇൻഫർമേഷൻ അവന് കിട്ടുന്നുണ്ട്. അപ്പം അത് പ്രകാരം അവന്റെ ജോലി എന്താണ്, മറ്റുള്ളവരുടെ കണ്ടന്റ് മറ്റുള്ളവരെ പറ്റി പറയുന്നതാണ് അവന്റെ കണ്ടന്റ്. പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ചില കാര്യങ്ങൾ നമ്മൾ അവനോട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവൻ ചെയ്യാറില്ല, ഓപ്പൺ ആയിട്ട് പറയും. ചില കണ്ടന്റുകൾ ഞാൻ കാണുമ്പോൾ ബ്രോ അത് ഇടണോ, അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ബ്രോ എന്ന് പറഞ്ഞ് അവൻ തട്ടാറുണ്ട്. ഞാൻ എന്റെ ജോലി ചെയ്തോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക. വെറുതെ ഇങ്ങോട്ട് ചൊറിഞ്ഞു കയറി മാന്ത് വാങ്ങി പോകല്ലേ, ഞാൻ മാന്തി പൊളിച്ചോളാം. ഈ കാദർ കരിപ്പോട് ഇക്കാര്യത്തിൽ നേരെ തിരിച്ചിട്ടാണ്. ഇപ്പം നമ്മളിവിടെ സംസാരിച്ച വിഷയം മുഴുവനും സായി കൃഷ്ണനെ കുറിച്ചിട്ടും സുനിത ദേവദാസിനെ കുറിച്ചിട്ടാണ്. സുനിത ദേവദാസ് പറയുന്നത് സായിനെ കുറിച്ചാണ്. ഈ കാദർ കരിപ്പൊടിനെ വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും പുള്ളി കണ്ടന്റ് ആക്കുന്നുണ്ട്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ? ഇപ്പൊ ഞങ്ങളുടെ വ്ളോഗേഴ്സിന്റെ, ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ തന്നെ പലരും പല കാര്യങ്ങൾക്കും അവനെ വിളിച്ച് പല കാര്യങ്ങളും പറയുമ്പോൾ ഉടനെ നെക്സ്റ്റ് ഡേ അവൻ അതെടുത്തിട്ട് കണ്ടന്റ് ആക്കി മാറ്റാറ്. ഇപ്പൊ എന്റെ വിഷയത്തിലും കാദർ ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാദർ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റുകൾ കാരണം എനിക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ചെറ്റവർത്താനം പറയല്ലേ, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല, ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ഈ കാദറിന് വേറൊരു സ്വഭാവം കൂടി ഉണ്ട്. കാദർ പല ഘട്ടങ്ങളിലായിട്ട് പബ്ലിക് ഗ്രൂപ്പിലാണ്, ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല, ഗ്രൂപ്പിലൊക്കെ വളരെ പരസ്യമായിട്ട് ഞാൻ അവനോട് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വോയിസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായി. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. ഞാനിപ്പം കാദറിനോട് പറഞ്ഞു, കാദറെ ഇന്ന ദിവസം ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, അത് അവനെ വിശ്വസിച്ച് നമ്മൾ പറയുന്നതാണ്. പക്ഷെ അവൻ ചെയ്യുന്ന എന്താ വെച്ചാൽ അവൻ നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഉടനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് നീ അന്ന് അത് എന്നോട് പറഞ്ഞതല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ബ്ലാക്ക് മെയിലിംഗ് ടൈപ്പിൽ ചെറിയ കാര്യങ്ങളൊക്കെ അവന്റെ സൈഡുണ്ട്. നന്നായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.